ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട് ദുരന്തം നേരിട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രോവേഴ്സികളാണ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചൊരു അഭിപ്രായമാണ് ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റാ പേജിൽ പങ്കുവച്ചത്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനുഭവങ്ങൾ അഖിൽ മാരാരെ പോലെ തന്നെ മറ്റു പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ്. അടിമകളായ കുറേ അന്തങ്ങൾക്ക് മാത്രമാണ് ഇതൊക്കെ അപ്പാടെ വിഴുങ്ങാൻ കഴിയുന്നത്. നമ്മുടെ നാട് ഇത്രയും ദയനീയമായൊരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം നിർജീവമായ നമ്മുടെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതികരണങ്ങളാണ്. എന്തിനും ഏതിനും നിശബ്ദമായി ഭരണപക്ഷത്തെ പിന്തുണച്ച് അവർക്കൊപ്പം സഞ്ചരിക്കുന്ന പ്രതിപക്ഷത്തെ മാത്രമാണ് നമ്മൾ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചുള്ള മാമനും മച്ചാനും കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഭരണവർഗത്തിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അനാസ്ഥയുമൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നതും അഴിമതിയുടെ പരകോടിയിലേക്ക് ഭരണ സംവിധാനങ്ങൾ കൂപ്പുകുത്തുന്നതും ചോദ്യം ചെയ്യാൻ ഇവിടെ ആർജവമുള്ളൊരു പ്രതിപക്ഷമില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ജനാധിപത്യ രീതിയിൽ ഭരണം നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തും നല്ലൊരു പ്രതിപക്ഷമുണ്ടെങ്കിലേ ജനഹിതമായ ഒരു ഭരണമുണ്ടാവൂ. അല്ലെങ്കിൽ നമ്മുടെ നാട് അനുഭവിക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയുണ്ടാകും. അവിടെ ചില ഒറ്റപ്പെട്ട മനുഷ്യ ശബ്ദങ്ങൾ പ്രതികരിക്കുമെങ്കിലും അതൊക്കെ അന്തരീക്ഷത്തിൽ ലയിക്കുകയാണ് പതിവ്. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. കാരണം എത്ര നാണം കെട്ടാലും അഴിമതിയിലൂടെ പണം സമ്പാദിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഒരു ലഹരിയാണ്. അധികാര ദുർവിനിയോഗം അവർക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്. ധൂർത്ത് ഒരവകാശമായാണ് ഭരണം കൈയാളുന്നവർ കരുതുന്നത്. കാരണം നിർവികാരമായി ഒരു ജോലിയും ചെയ്യാതെ വേതനം പറ്റുന്ന അല്ലെങ്കിൽ വാക്കൗട്ട് നടത്താനായി മാത്രം സഭയിലേക്ക് എഴുന്നള്ളുന്ന പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. ഈ സാഹചര്യങ്ങളിലാണ് ഒരു അഖിൽ മാരാരനും ഒരു മറുനാടൻ ഷാജനും പ്രതികരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സംഭാവന കൊടുക്കേണ്ടതില്ല എന്ന് അഖിൽ മാരാർ ഒരിടത്തും പറഞ്ഞതായിട്ട് അറിവില്ല. അദ്ദേഹം കൊടുക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനും അതേ അഭിപ്രായക്കാരൻ തന്നെയാണ്. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശ്വാസങ്ങളും അതിൻ്റെ വിനിയോഗവും ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ പറഞ്ഞ അഭിപ്രായത്തിൽ രോഷാകുലരാകേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പാർട്ടികളുടെ അടിമകളായിരിക്കുന്നവർക്ക് അവരുടെ എല്ലാ നെറുകേടിനെയും പിന്തുണയ്ക്കേണ്ടി വരും. പക്ഷേ അടിമകളല്ലാത്ത നിഷ്പക്ഷ മനോഭാവമുള്ള കുറേ പേരുണ്ട്. അവർ ചിന്തിക്കുന്നവരാണ്, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അഖിലിനെ പോലുള്ളവർ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ അടിമകളായി നിലകൊള്ളുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കിയവരാകും. ഒരിക്കൽ അടിപ്പെട്ടു പോയവർ പിന്നെ ഒരിക്കലും മാറ്റി ചിന്തിക്കാനും തയ്യാറാവാറില്ല. അതാണ് നമ്മുടെ ഗതികേട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തയ്യാറുള്ളവർ അത് ചെയ്യട്ടെ. അല്ലാത്തവർ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നത് വിലക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അധികാരവും ഭരണവും പൊതുജനങ്ങളെ അടിമകളാക്കാനുള്ളതല്ല. ജനങ്ങളെ നിശബ്ദരാക്കി എന്ത് നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്നത് കാടത്തമാണ്. അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കാമ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികാരികളിൽ നിന്ന് ലഭിച്ച ആധികാരികമായ രേഖകൾ സത്യം വിളിച്ചു പറയുമ്പോൾ അടിമകൾ ആക്രോശിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ദുരിതാശ്വാസം ദുരിതം അനുഭവിക്കുന്നവർക്കുള്ളതാണ്, ദുരന്തം നേരിട്ടവർക്കുള്ളതാണ്. അത് അർഹതയുള്ളവരിലേക്ക് തന്നെ എത്തണം. ആ പണം മറ്റു കാര്യങ്ങളിലേക്ക് വകയിരുത്താൻ ശ്രമിച്ചാൽ വെള്ളമിറക്കി മരിക്കാൻ അവസരം ലഭിക്കില്ല. എന്തായാലും അഖിൽ മാരാർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട്. അഖിൽ മാരാർ തെളിവ് സഹിതം സമർത്ഥിച്ച ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ളവർക്ക് കഴിയുന്നുണ്ട്. അഖിലിൻ്റെ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി ജനങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം അവരാണല്ലോ ആടിനെ വിറ്റത്, അവരാണല്ലോ പ്രാവിനെയും പശുവിനെയും ഒക്കെ വിറ്റ് സംഭാവനകൾ ചെയ്തത്, അവരാണല്ലോ വിയർപ്പൊഴുക്കിയതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചത്. അതുകൊണ്ട് അവർക്ക് മറുപടി വേണം.